ശരിക്കും ഇത് സൈനിങ് എന്നതിനപ്പുറത്തേക്ക് ഒരു ശാപമോക്ഷം എന്ന് പറയുന്നതായിരിക്കും ശരി. റോഷൻ മെഹറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഹ്യൂഗോ ബോമസ് ഒഡീഷ എഫ് സിയിലേക്ക് ചേക്കേറുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്ന ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കും എന്നാണ് പുള്ളി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഹ്യൂഗോ ബോമസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്നും ഒഡീഷയിലേക്ക് പോകുമ്പോൾ ശരിക്കും ഒരു ശാപമോക്ഷം തന്നെയാണ്. കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഗ്രീഡി ആറ്റിറ്റ്യൂഡിന്റെ ഒരു വിക്ടിം ആയിരുന്നു, ഇരയായിരുന്നു ഹ്യൂഗോ ബോമസ് എന്ന കാര്യം സത്യമാണ്. കാരണം അവരുടെ പരിശീലകന്റെ പോളിസിയുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാത്തതിന് ശേഷം ഹ്യൂഗോ ബോമസിനെ മറ്റൊരു ക്ലബ്ബിലേക്ക് അവർ വിട്ടില്ല. റിലീസ് ചെയ്തും ലോൺ അടിസ്ഥാനത്തിൽ ഒന്നും പുറത്തേക്ക് വിട്ടില്ല. നീ കരക്കിരുന്നാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു. പുള്ളിയെ അൺരജിസ്റ്റർ ചെയ്ത് വീട്ടിലിരുത്തുന്ന പരിപാടിയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കാണിച്ചത്. അവരൊട്ട് കളിപ്പിക്കത്തുമില്ല, മറ്റുള്ളവരെ കൊണ്ട് കളിപ്പിക്കാൻ അനുവദിക്കത്തുമില്ല എന്നുള്ള അവസ്ഥയായിരുന്നു ഹ്യൂഗോ ബോമസിനെ ലോക്ക് ചെയ്തിട്ടിരുന്നത്. ആളിനെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അവതരിപ്പിച്ച സെർജിയോ ലൊബേറ എന്ന സ്പാനിഷ് പരിശീലകനുമായിട്ട് ഹ്യൂഗോ ബോമസിനുള്ള ആത്മബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുള്ളി ഗോവയിൽ കളിച്ചപ്പോഴും മുംബൈയിൽ കളിച്ചപ്പോഴും എല്ലാം രണ്ടുപേരും തമ്മിൽ വളരെ മനോഹരമായിട്ടുള്ള ബന്ധമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ആൾ ഒഡീഷ എഫ് സിയുടെ പരിശീലകനായി വന്നപ്പം, അതായത് ലൊബേറ ഒഡീഷയുടെ പരിശീലകനായി വന്നപ്പം തൻ്റെ ആ ഒരു പിള്ളേരെ എല്ലാം കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ഹ്യൂഗോ ബോമസിനെ മാത്രം എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് ഹ്യൂഗോ ബോമസ് കുറേ കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ റിലീസ് ചെയ്യണം, ദയവ് ചെയ്ത് റിലീവ് ചെയ്യാൻ അനുവദിക്കണം എന്നുള്ള അപേക്ഷ ഇപ്പം അവർ ചെവിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഹ്യൂഗോ ബോമസിൻ്റെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്ത് അദ്ദേഹത്തിനെ മറ്റ് ക്ലബ്ബുകളിലേക്ക് വിട്ടു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ്. റോഷൻ മെഹറിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഒഡീഷ എഫ് സിയും ഹ്യൂഗോ ബോമസും തമ്മിലുള്ള സൈനിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വേണ്ടി മാത്രം നമുക്ക് കാത്തിരിക്കാം.